മഴ കുറഞ്ഞതോടെ ചാലക്കുടി പുഴയിൽ വെള്ളം താഴ്ന്നു. അതിനൊപ്പം തന്നെ തുരുത്തുകളിലും പാറപ്പുറത്തും സ്ഥിര സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് മുതലകളും ചീങ്കണ്ണികളും. ചതുപ്പൻ മുതലകൾ എന്ന് പ്രാദേശികമായി വിളിക്കുന്ന മുതലകളെയാണ് കൂടുതലുമായി ഇവിടെ കാണുന്നത്. പ്രളയത്തിന് ശേഷം ഈ മേഖലയിൽ എത്തിപ്പെട്ട ഇവയുടെ എണ്ണം ഇപ്പോൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇതുവരെയും ആളുകൾക്ക് പ്രയാസമൊന്നും ഈ മുതലകളും ചീങ്കണ്ണികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ തുമ്പൂർമുഴി വരെയുള്ള ഭാഗങ്ങളിലെ കയങ്ങളിലാണ് ചീങ്കണ്ണികളെയും മുതലകളെയും കൂടുതലായി കാണപ്പെടുന്നത്. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമുഴി, പത്തയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെയും മുതലകളെയും കാണുന്നു. കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടു. പ്രളയത്തിൽ ഒഴുകി വന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിരവാസക്കാരായതെന്നാണ് നിഗമനം. ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറയാണ് ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകം. പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഉച്ചയോടെ വെയിൽ കൊള്ളാൻ പാറപ്പുറത്തും പുഴയോരത്തും കിടക്കുകയും വൈകുന്നേരം ആഴങ്ങളിലേക്ക് മറയുകയുമാണ് പതിവ്. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ കയറി മുട്ടയിടാറുമുണ്ട്. പുഴയിലും തുരുത്തുകളിലുമായി ഇവയെ സ്ഥിരമായി കാണുന്നത് വംശവർദ്ധനവ് മൂലമല്ല എന്നാണ് കണക്കുകൂട്ടൽ. പുലി അടക്കമുള്ള ജന്തുക്കളും പരുന്തും മുട്ട വിരിയുന്ന വേളയിൽ കുഞ്ഞുങ്ങളെ തിന്നുന്നതിനാൽ വംശവർദ്ധനവ് കാര്യമായി ഉണ്ടാകാറില്ലെന്നും ഇവിടെയും ശത്രുജീവികൾ ധാരാളമുള്ളത് കാര്യമായ വർധനവിന് ഇടയാക്കില്ലെന്നും പറയുന്നു. പുഴയിൽ വിവിധയിനം മുതലകളുടെയും ചീങ്കണ്ണികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെയും ആർക്കും ഉപദ്രവമുണ്ടായിട്ടില്ല. എന്നിരുന്നാലും അതിരപ്പള്ളിയിൽ വരുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ചാലക്കുടി പുഴയിൽ ഇറങ്ങാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ ഇറങ്ങി അപകടം വിളിച്ചു വരുത്താതെ ഇരിക്കണമെന്നും പുഴയിലിറങ്ങുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്നും അധികാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ഇതേക്കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ MS ലിഷോയാണ് നമുക്കൊപ്പം ചേർന്നത്. ലിഷോയി, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മുതലകളെ ഭയങ്കര പേടിയായതുകൊണ്ടായിരിക്കാം എനിക്കിത് കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ആളുകൾക്ക് ഒരു കൗതുകം കൂടിയായിരിക്കും അല്ലേ, ഇങ്ങനെ പാറപ്പുറത്ത് മുതലകൾ വന്നിരിക്കുന്നതും അതൊക്കെ കാണാനൊരു കൗതുകവുമായിരിക്കും അല്ലേ ലിഷോയി? ചാലക്കുടി പുഴയിൽ പ്രളയത്തിന് ശേഷമാണ് ഈ മുതലകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചത്. മുതലകളെ കാണാൻ തുടങ്ങിയിട്ടും ഈ പ്രളയത്തിന് ശേഷമാണെന്നാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അതായത് ഈ മേഖലയിൽ പ്രധാനമായും ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ കുത്ത്, അതിന് കീഴേ നിന്ന് പിന്നീട് കണ്ണൻകുഴി വരെയൊക്കെയാണ് ഈ മുതലകളുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ കാണുന്നത്. ആദ്യഘട്ടത്തിൽ വല്ലപ്പോഴുമൊക്കെ ഒന്നോ രണ്ടോ മുതലകളെയൊക്കെ തന്നെ വല്ലപ്പോഴും കാണുക മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വെള്ളം കുറയുന്ന സമയത്തും വെയിൽ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ തന്നെ പാറകൾക്ക് മുകളിലും അതുപോലെ തന്നെ അവിടുത്തെ ഈ ചെറിയ ചതുപ്പ് തുരുത്തുകളിലുമൊക്കെ തന്നെ ഈ മുതലകൾ വളരെയധികം കാണപ്പെടുന്നു. പക്ഷേ തൊട്ടടുത്ത് വരെ ആളുകൾ പോയിട്ട് പോലും യാതൊരു വിധത്തിലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ചതുപ്പൻ മുതലകളാണ് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അതായത് മത്സ്യം മാത്രം ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ സാമീപ്യം വളരെയേറെ അവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മുതലകളാണെന്നാണ് കരുതുന്നത്. കാരണം ആളുകൾ തൊട്ടടുത്തൊക്കെ എത്തിയാൽ അല്ലെങ്കിൽ ആളനക്കമൊക്കെ തന്നെ ആ പരിസരങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഓടിമറയുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ വ്യാപകമായി ഈ മേഖലകളിലൊക്കെ തന്നെ ഈ ചതുപ്പൻ മുതലകളെ കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും അവിടെ എത്തുന്ന യാത്രക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൂടി നല്ലതാണ്. കാരണം ഇതുവരേക്കും അങ്ങനെ അപകടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നമ്മൾ മുൻകരുതലുകളും എടുക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് അധികൃതരും മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ചാലക്കുടി പുഴയിൽ ചാലക്കുടി പുഴയോരത്തും ആ പരിസര പ്രദേശങ്ങളിലുള്ള വനപ്രദേശത്തും ഒക്കെ തന്നെ മറ്റ് വന്യമൃഗങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കൊരു പുതിയ കാഴ്ച കൂടിയാണ് ഈ ചതുപ്പുകളിലും പാറക്കെട്ടുകൾക്ക് മുകളിലൊക്കെയുള്ള ഈ മുതലകൾ. ശരി ശരി ലിഷോ, എന്തായാലും ഇതൊരു കൗതുക കാഴ്ച തന്നെയാണ് ഇത്രയും മുതലകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ. പക്ഷേ ലിഷോയ് പറഞ്ഞതുപോലെ ഇവ മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. മനുഷ്യന് സാമീപ്യം ഉണ്ടാകുമ്പോഴേ ഓടി ഒളിക്കുന്ന തരത്തിലൊക്കെയാണ് കാണപ്പെടുന്നത്, മീനൊക്കെയാണ് ഭക്ഷിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങി കൂടുതൽ അപകടം വിളിച്ചു വരുത്താൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. വിനോദസഞ്ചാരികൾ പ്രത്യേക ശ്രദ്ധ വേണം. എന്തായാലും വിനോദസഞ്ചാരികൾക്ക് ഇതൊക്കെ ഒരു കൗതുക കാഴ്ച തന്നെയായിരിക്കും, ഇത്രയും മുതലകളെയും ചീങ്കണ്ണികളെയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണുമ്പോൾ.